ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയാണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് മാത്രമല്ല, ഇടയ്ക്ക് ഇതുപോലെയുള്ള സോപ്പിൻ്റെയും അതുപോലെ പലതരം ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെയൊക്കെ വീഡിയോയും ഞാൻ ഇതിനെ ഉൾപ്പെടുത്തണതാണ് കേട്ടോ. അപ്പം നമുക്ക് സോപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ക്വാളിറ്റി കൂടിയ സോപ്പ് ബേസാണ് കേട്ടത്. ഡബിൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോപ്പ് ബേസാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഞാൻ ഇതിന് മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് എനിക്കറിയില്ലായിരുന്നു അന്നൊന്നും ഈ സോപ്പ് ബേസിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചൊന്നും എനിക്ക് നന്നായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അത് വളരെ മോശം സോപ്പ് ബേസായിരുന്നു. അത് സെയിൽ ചെയ്തില്ല, അത് ഞങ്ങൾ തന്നെ ഉപയോഗിച്ച് തീർത്ത്. അപ്പോൾ ഞാനിത് കുങ്കുമപ്പൂവ് റോസ് വാട്ടറിൽ ഇട്ട് വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇളകിയിട്ടുണ്ട്. നമുക്ക് ഈ സോപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ കുങ്കുമപ്പൂവ് വാങ്ങുമ്പോൾ ഒരുപാട് കളറുള്ളതൊന്നും നോക്കി വാങ്ങരുത്. ഒറിജിനൽ കുങ്കുമപ്പൂവിന് ഇതിങ്ങനെ ഒരു ഓറഞ്ച് ഷെയ്ഡായിരിക്കും കേട്ടോ. ഒത്തിരി റെഡ് കളറുള്ളതൊന്നും ഒറിജിനൽ കുങ്കുമപ്പൂവല്ല. അപ്പോൾ എപ്പോഴും വാങ്ങുമ്പോൾ അത് നോക്കി വാങ്ങാം. പിന്നെ അത് മറ്റേ മോൾഡ്, സോപ്പ് മോൾഡ്. ഇനി നമുക്കിത് ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ വാങ്ങുമ്പോഴും നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് സോപ്പ് ബേസ് വാങ്ങാട്ടോ. ഇപ്പോൾ ന്യൂ ബോൺ ബേബിക്ക് വരെയും ഇതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കാം. ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഇത് സോപ്പ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ട ഈ ബേസിൻ്റെ ആ കളർ കണ്ട ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു നല്ല സോപ്പ് ബേസാണ്. അപ്പോൾ സോപ്പ് ബേസിന് ഇത്തിരി പൈസ കൂടിയാലും നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഞാൻ വരുത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടിയത് തന്നെ എടുത്തതാണ് കേട്ടോ. ഇതിന് ഞാൻ ആദ്യം കാണിച്ചില്ല, ഇതിന് മുമ്പ് എടുത്ത സോപ്പ് ബേസ്, അത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ ഉപയോഗിച്ച് തീർത്തത്. ആർക്കും ഞാൻ സെയിൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ നല്ല സോപ്പ് ബേസ് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ സോപ്പിന് നല്ല ഉറപ്പും ഒത്തിരി നാളത് സോപ്പ് ഈട് നിൽക്കും കേട്ടോ. അലന്നൊന്നും പോകില്ല. സോപ്പ് തീരണ വരെയും അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ട നല്ല സ്കെയിൽ പോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള ബേസാണ്. അപ്പോൾ എനിക്ക് സോപ്പിൻ്റെ സെയിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഈ നമ്പറിലൊന്ന് വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഒരു ഓർഡർ വന്നിട്ട് അതിന് വേണ്ടി ഉണ്ടാക്കണ സോപ്പാണ് കേട്ടോ. ഒരു 4 സോപ്പിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ആ ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും എടുക്കണേണ്. പുള്ളിക്കാരി ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോഴൊക്കെ ഒത്തിരി സോപ്പ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടാണ് പോകണത്. ഇപ്പോൾ പുള്ളിക്കാരി നാട്ടിലുണ്ട്, അതുകൊണ്ട് 4 എണ്ണമാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മൾ ഒറിജിനൽ പപ്പായ ജ്യൂസ് തന്നെ ചേർത്തിട്ട് തന്നെയാണ് ഈ സോപ്പ് ഉണ്ടാക്കണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മൊത്തം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. കണ്ടിട്ട് നല്ല എടുത്ത് കഴിക്കാൻ തോന്നണം, അത്രയ്ക്ക് ഭംഗി സോപ്പ് ബേസിന്. അപ്പോൾ ഇത് കണ്ട ഞാൻ പറഞ്ഞ സോപ്പ് ബേസ് ഉണ്ട്, ഇതിങ്ങനെ ഞെങ്ങണ കണ്ട അതിങ്ങനെ ഇതായി പോരും. പക്ഷേ നമുക്കിപ്പോൾ കിട്ടിയാണ് സോപ്പ് ബേസ് നല്ലതാണ് കേട്ടോ. അതാണ് ഞാൻ കൂടുതൽ അതെടുത്ത് കാണിക്കണത്. അപ്പോൾ ഞാൻ ആ പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ട് ഞാൻ വെയിറ്റ് നോക്കണേ കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം ഓർഗാനിക്കായിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് ഇതിലൊക്കെ ആഡ് ചെയ്തേക്കണേ കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യും. അപ്പം നമ്മുടെ കൈകൾക്ക് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്ഥിരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ ഗ്രാജുവലി അത് കുറഞ്ഞ് വരും കേട്ടോ. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഞാൻ പപ്പായ എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇത് ഒരു അരിപ്പയിലിട്ട് നന്നായി നരിച്ചെടുക്കേണ്ടത്. വലിയ പീസുകളൊക്കെ അതിൽ കിടപ്പുണ്ട്. അത് ഞാൻ തുണിയിലിട്ടൊന്ന് അരിച്ചെടുക്കാമെന്ന് ഓർത്തത്. പിന്നെ കൈ കൊണ്ട് തൊടണ്ടാലോ എന്ന് വിചാരിച്ചാണ് പിന്നെ അരിപ്പയിലിട്ടത് കേട്ടോ. ഗ്ലൗസ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് വേറൊരാൾക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ നമ്മൾ അതനുസരിച്ച് ശ്രദ്ധിച്ച് വേണമല്ലോ ചെയ്യാൻ.
അപ്പോൾ ഒരു 100 ഗ്രാം സോപ്പാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അതിൽ ചേർക്കേണ്ട ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഒരു 10 ഗ്രാം വരെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കിലോ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേറെ കളറൊന്നും ആഡ് ചെയ്യണില്ല. ഞാൻ ആ കുങ്കുമപ്പൂവിൻ്റെ കളറ് തന്നെ മതിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെയും കൂടിയും അളവ് നോക്കണ്ട കേട്ടോ ഞാൻ. എന്നിട്ട് പിന്നെ അപ്പോൾ എനിക്ക് ഓർഡർ തന്നേക്കണ ആ ചേച്ചിക്ക് ഇങ്ങനെ ഒത്തിരി കളറോ സ്മെല്ല് ആഡ് ചെയ്യണ്ടെന്ന് തന്നെ പറയണം. പിന്നെ സോപ്പിന് സ്മെല്ലില്ലെങ്കിൽ അത്ര ഒരു സുഖമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്മെല്ല് കുറച്ച് ആഡ് ചെയ്യും. കളറൊന്നും ആഡ് ചെയ്യണ്ടെന്ന് തന്നെ പുള്ളിക്കാരി പറയാറ് എപ്പോഴും. അപ്പോൾ പപ്പായ ജ്യൂസിലേക്ക് നമ്മൾ ആ കുങ്കുമപ്പൂവും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഫുഡ് കളർ എപ്പോഴും ചേർക്കണത് ഫുഡ് കളർ തന്നെയാണ്, വേറെ കെമിക്കലൊന്നും ഇല്ല കേട്ടോ. ഇത് ഗ്ലിസറിനാണ്, ഇത് ഈ വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ. അത് നമ്മുടെ ശരീരത്തെ ഈർപ്പമൊക്കെ നിലനിർത്താൻ വേണ്ടിയാണ് ഗ്ലിസറിൻ ആഡ് ചെയ്യണത്. ഇനി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഒരു 5 എണ്ണം വരെയൊക്കെ ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് 4 എണ്ണം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ 1/2 കിലോ സോപ്പ് ബേസും ഒരു 1/2 കിലോത്തിനൊരു ഇത്തിരി കൂടുതലും കൂടി ഉണ്ട്. അപ്പോൾ ഒരു 5 സോപ്പ് നമുക്ക് കിട്ടും ഇതിൽ. ഇനി അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെജിറ്റബിൾ ഗ്ലിസറിനും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഒഴിച്ച് നല്ലോണം അത് മിക്സ് ചെയ്യാം. നമ്മളെല്ലാം ഇതുപോലെ വേറൊരു പാത്രത്തിലേക്കാക്കി മിക്സ് ചെയ്യണതാണ് നല്ലത്. അല്ലാതെ സോപ്പ് ബേസിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ഇങ്ങനെ പതയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇങ്ങനെ സെപ്പറേറ്റ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ബേസ് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സാവധാനം ഇളക്കി അത് മിക്സാക്കി എടുക്കാം. ഒത്തിരി ഇട്ട് ഇളക്കുമ്പോൾ അങ്ങനെ പത വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നന്നായിട്ട് ഒരുവിധം ഇളക്കാതെയും പറ്റൂലല്ലോ. നമുക്ക് ഈ പപ്പായൊക്കെ എല്ലായിടത്തും സോപ്പ് ബേസിലേക്ക് നന്നായിട്ട് മിക്സായി കിട്ടണമെങ്കിൽ കുറച്ച് നേരം ഇളക്കേണ്ട വരും. അപ്പോൾ സോപ്പ് വേണമെങ്കിൽ ഈ നമ്പറിൽ എന്നെ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയും ഡബിൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ളൊരു സോപ്പ് ബേസ് എടുത്താണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഒന്നും ഹൈഡ് ചെയ്യണില്ല, എല്ലാം നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ സോപ്പിൻ്റെ ബെനിഫിറ്റ് എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം സോപ്പ് വേണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റാണ് സ്മെല്ല് ചേർക്കേണ്ടത്. സ്മെല്ല് ചേർത്തിട്ട് അല്ലെങ്കിൽ നേരത്തെ സ്മെല്ല് ചേർക്കുമ്പോൾ ഇനി സ്മെല്ല് ചൂടിലിരുന്ന് തിളക്കുമ്പോൾ സ്മെല്ല് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം തീ ഓഫ് ചെയ്തിട്ട് സ്മെല്ല് ചേർക്കണതാണ് നല്ലത്. ഇനി നമുക്കത് മോൾഡിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ അതേക്കൊന്ന് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് അൺമോൾഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്കും നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ സോപ്പ് വേണ്ടവർ ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം വീഡിയോ ഓരോന്നായിട്ട് ഞാനിടാം. ഇനി ഓർഗാനിക് ഷാമ്പൂ, ലിപ് ബാം, അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഞാനിനി ഉൾപ്പെടുത്താം കേട്ടോ.
ഇനിയിപ്പോൾ ഈ പത കളയാനായിട്ട് റബ്ബിങ് ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പത കംപ്ലീറ്റ് പോവും. പക്ഷേ ഞാൻ സോപ്പ് കൊടുക്കണ ആ ചേച്ചിക്ക് അതൊന്നും വേണ്ട. പരമാവധി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കാനാണ് പുള്ളിക്കാരി പറഞ്ഞേക്കണത്. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. ഞാനിപ്പോൾ ആ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് കോരി മാറ്റണേണ്. എന്നാലും കംപ്ലീറ്റ് ആയിട്ടൊന്നും പോകില്ല, കുറച്ചൊക്കെ എന്നാലും ഉണ്ടാവും. ഇനി എനിക്ക് വേറെ സോപ്പിൻ്റെ ഓർഡർ ഉണ്ട്. അത് അലോവേരയുടെ സോപ്പാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഞാൻ വീണ്ടും പറയാണ്. അപ്പം അങ്ങനെ അതിൻ്റെ പദം അങ്ങനെ സ്പൂൺ വെച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ സോപ്പുകളൊക്കെ ഉപയോഗിക്കുക. ഈ കാസ്റ്റിക് സോഡയൊക്കെ അടങ്ങിയ സോപ്പുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഹാർഡായി പോകും എപ്പോഴും അത് ഉപയോഗിച്ച്. ഇത് നമ്മൾ ഇങ്ങനെയുള്ള സോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഗ്രാജ്വലി നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്കിന്നാവും, നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ ആവും. അതുപോലെ സോപ്പ് ഞാൻ അൺമോൾഡ് ചെയ്തിട്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, അത് വിട്ടുപോയി വീഡിയോ പിടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഇതിലേക്ക് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ, ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.